2018 ആൾട്ടോ LXi സിംഗിൾ ഓണർഷിപ്പാണ്. 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് 2019 മൈക്ര XE ആക്റ്റീവ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. സനിവണ്ണ 2025 മോഡൽ ബ്രിസ VXi 6 എയർ ബാഗ് വരുന്ന പുത്തൻ വണ്ടി. സനിവണ്ണ 2020 മോഡൽ സോണറ്റി HTK വേരിയൻറ്റ് 33,000 കിലോമീറ്ററുടെ വണ്ടി. ഇത് 2014 വരുന്ന SX ആണ്. ഓട്ടോമാറ്റിക് 37,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന് പറഞ്ഞ ഭാഗത്ത് കരിക്കം എന്ന് പറയുന്ന ഭാഗത്തായിട്ടുള്ള കാർ ആൻഡ് ബൈക്ക് എന്ന് പറയുന്ന ഷോപ്പിനകത്താണ് വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയുന്നതാണ്, നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്നതും എടുക്കാൻ കൊള്ളാവുന്നതുമായ നല്ല വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല വണ്ടികൾ എടുക്കണം, അതായത് എടുത്ത് 2-3 വർഷത്തേക്ക് വലിയ പണിയൊന്നും വീഴരുത് എന്ന് ആഗ്രഹിക്കുന്ന ടൈപ്പ് വണ്ടികൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്ന നല്ലൊരു ഷോപ്പാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വണ്ടികൾ ഇപ്പോൾ വന്നേക്കുന്ന സ്റ്റോക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അതേപോലെ തന്നെ ഓണാവുന്നതിനെ പ്രമാണിച്ച് അത്യാവശ്യം ഓണം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ ഓണം ഓഫർ എന്നുള്ളതും കൂടി നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ ഉണ്ണി ബ്രോ, സുഖമാണോ? സുഖം. എങ്ങനെയുണ്ട് ഓണം കച്ചവടമൊക്കെ തുടങ്ങാൻ പോകാന്നൊക്കെ കേട്ട് വന്നപ്പോൾ? ഓണം കച്ചവടം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉടനെ നമ്മുടെ മേളയും കാര്യങ്ങളൊക്കെ തുടങ്ങും. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ പറയാൻ മേളയിൽ വെച്ചേ ഓണം പ്രമാണിച്ച് എന്തെങ്കിലുമൊക്കെ? നോർമലായിട്ട് കാറും ബൈക്കിന് വാറന്റി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കൂടാതെ നമ്മൾ വാറന്റി എന്ന് പറഞ്ഞാൽ സ്ഥിരമുള്ളതല്ലേ, ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ 2,000 രൂപയുടെ ഫ്യൂൾ കൂപ്പൺ എടുക്കുന്ന എല്ലാ വണ്ടികൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏത് പ്രൈസിന് എടുത്താലും, ഏത് വണ്ടി എടുത്താലും. അതായത് ഈ വീഡിയോ കണ്ടിട്ട് വരുന്നിടം തൊട്ട് മേളിലോട്ട്? അതെ അതെ. ഓക്കെ. നമ്മൾ ഫ്യൂൾ കൂപ്പൺ കൊടുക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് എന്താ, പിന്നെ ഓണത്തിൻ്റെതായിട്ടുള്ള സമ്മാനങ്ങളോ കൂപ്പണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നിലവിൽ വരും. ഓക്കെ, അപ്പം അതായത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എടുക്കാൻ വരുന്നവർ ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റ് അവർക്കുണ്ടാവും. ഉറപ്പായിട്ട് കൊടുക്കണേ. ഉറപ്പായിട്ട്. എന്നാലും ഇപ്പം മെയിനായിട്ട് നമ്മൾ ഫ്യൂൾ കൂപ്പൺ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പം അങ്ങോട്ട് വന്നാലും അറിയാതെ യൂസ്ഡ് കാറാണ്, അപ്പോൾ ഒരു മെഗാ ഇതൊന്നും കാണില്ല. എന്നാലും ഇത് തന്നെ നല്ലൊരു ഇതാണ് എന്ന് വെച്ചാൽ എടുക്കുന്ന കസ്റ്റമർ 2,000 രൂപയുടെ ഫ്യൂൾ കൂപ്പൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ട്രാവൽ ചെയ്യാനുള്ള ഇതാണ് എടുക്കുന്നത്. ഇനി വേറെ ചോദ്യം, അഥവാ ഇപ്പം നിങ്ങൾ പറയുന്ന പ്രൈസിനായിരിക്കത്തില്ലല്ലോ എന്തായാലും എടുക്കുന്നത്, ചെറിയ ഡിസ്കൗണ്ട് വരും. ആ ഡിസ്കൗണ്ട് വന്നാലും ഈ 2,000 രൂപ കൊടുക്കുമല്ലോ മാന്യമായിട്ടുള്ള, എന്ന് വെച്ചാൽ മാന്യമായിട്ടുള്ള ഡിസ്കൗണ്ടിനകത്ത് നമ്മൾ ഈ ഓഫേഴ്സും കൊടുക്കുന്നതാണ്. ഓക്കെ. സനമണ്ണ നമ്മളെ ഒരു 2018 മോഡൽ ജീപ്പ് കോമ്പസ് ഉണ്ട്. 2018 മോഡൽ, 77,000 കിലോമീറ്ററുടെ ലോഞ്ചിറ്റ്യൂഡ്, സെക്കൻഡ് ഓണർഷിപ്പാണ്. വണ്ടിക്ക് അത് നിലവിൽ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല. ഫുള്ള് സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അത്യാവശ്യം പ്രീമിയം സെഗ്മെൻ്റൊക്കെ നോക്കുന്ന നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള SUV വേണമെന്നുള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും. പിന്നെ നമ്മൾ 2 വർഷം വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേനും 12.45. വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തി, സംഭവം വണ്ടിക്ക് വൃത്തിക്കുറവൊന്നുമില്ല. വണ്ടി അത്രയ്ക്ക് ക്വാളിറ്റിയാണ്, വൃത്തിക്കുറവൊന്നുമില്ല, ക്വാളിറ്റിയാണ്. ടയറൊക്കെ ആവറേജ് ടയറാണ്, മൊത്തം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഉണ്ട്, ടയേഴ്സും ഉണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയും കൊള്ളാം. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റുന്നത്? നമുക്ക് നല്ല പ്രൊഫൈലാണെങ്കിൽ ഒരു 1 lakh നമുക്ക് ബാക്കി ചെയ്ത് കൊടുക്കാം, ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ചെറിയ അങ്ങ് 1-2 ചെറിയ പെയിൻറ്റിങ് പരിപാടി കണ്ടു, അതൊക്കെ ക്ലിയർ ചെയ്യൂ. കുറച്ചൊരു പോളിഷൊക്കെ വരുമ്പം പോകുന്ന കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് മാറി കിട്ടും. അടുത്തത് 2014 മോഡൽ ഹ്യുണ്ടായി എക്സെൻ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 40,000 അടുപ്പിച്ചാണ് വണ്ടി ഓടിയിരിക്കുന്നത്. പെട്രോൾ വണ്ടിയാണ്. കിലോമീറ്റർ ജെന്യുവൻ ആണോ? ജെന്യുവൻ കിലോമീറ്റർ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, മാനുവലാണ്. 2 ഡോർ പവർ വിൻഡോ, ആ രീതിയിൽ നിൽക്കുന്നൊരു വണ്ടി. ഓക്കെ, കുഴപ്പമില്ല. വണ്ടി ആവറേജ് കണ്ടീഷൻ, ഒരുപാടൊന്നും പറയാൻ പറ്റത്തില്ല. ടയേഴ്സ് ആവറേജിൽ താഴെയാണ്, ഒരുപാടുണ്ടെന്ന് പറയാൻ പറ്റില്ല. വണ്ടി ബോഡിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇതൊരു 3.45. ചെറിയ 1-2 ബെൻഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ചെറുതായിട്ടൊരു ചെറിയൊരു ഇതുണ്ട്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ടയേഴ്സിൻ്റെ നില പറഞ്ഞു. ഫ്രണ്ട് ടയർ പിന്നും ഉണ്ട്, ബാക്ക് ടയറാണ് കുറച്ചുകൂടി മോശമായിട്ട് വയ്ക്കുന്നത്. ഇത് എങ്ങനെ, ഇത് മൈലേജ് എങ്ങനെ ഈ വണ്ടിക്ക്?
മൈലേജ് നമുക്കൊരു 14-15 ഒക്കെ കിട്ടും. ആ ഒരു റേഞ്ച്. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? ഡൗൺ പേയ്മെൻറ്റ് 40 രൂപ ഉണ്ടായിരുന്നാൽ മതി. 40. 2018 ആൾട്ടോ LXi സിംഗിൾ ഓണർഷിപ്പാണ്. 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഒരു ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നമ്മൾ ആസ്കിങ് പ്രൈസായിട്ട് വരുന്നത് 335 അതിനകത്ത് വണ്ടിക്ക് 2 വർഷം വാറൻറ്റി ഉണ്ട്. 2 വർഷം വാറൻറ്റി ഉണ്ട്. അതെ. 2 ഡോർ പവർ വിൻഡോസ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. അതെ. സീറ്റ് കവറായിട്ടൊന്നും ചെയ്തിട്ടില്ല. നോർമൽ വണ്ടി വന്നപ്പോൾ ഉള്ള രീതിയിൽ തന്നെ കിടക്കുകയാണ്. വണ്ടിക്ക് അകമൊക്കെ നീറ്റാണ്. ടയർ, ബാക്ക് ടയർ മൊട്ടയാണ്. ഈ ടയർ മാറി കൊടുക്കുമോ? ചെയ്ത് കൊടുക്കാം. മാറി കൊടുക്കും. സ്പീഡിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മഴ വരുന്നുണ്ട്, അപ്പോൾ അതിന് മുമ്പേ എടുത്തു തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ സ്പീഡിൽ പറയുകയാണ്. ഈ ടയർ കുഴപ്പമില്ല, പക്ഷേ അപ്പർ സൈഡ് ആ ഒരു ടയറുള്ളൂ. ഫ്രണ്ട് രണ്ടും അത്യാവശ്യം നല്ല ടയറാണ്. ഓക്കെ. എത്ര ചോദിച്ചേ? ഇതൊരു 335. 2 വർഷം വാറൻറ്റി. ഈ പറയുന്ന വിലയിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവുമല്ലോ? ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത വണ്ടി. ഇത് 2015 വാഗണർ LXi 60,000 കിലോമീറ്ററുടെ വണ്ടി. ഈ ടയർ പുതുതായിട്ട് മാറിയിട്ടാണോ? ഏതാ? അല്ല, കിട്ടിയപ്പോഴുള്ള. അത്യാവശ്യം നല്ല ടയറുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം ചെയ്തിട്ടുണ്ടല്ലോ? അതെ. 2 ഡോർ പവർ വിൻഡോ, ആൻഡ്രോയിഡ് പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നോർമൽ ഫീച്ചേഴ്സ്. ആൻഡ്രോയിഡിൽ ആഡ് ഓൺ ചെയ്തതാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യുവൻ ആണ്? ജെന്യുവൻ കിലോമീറ്റർ. അത്യാവശ്യം നല്ല സീറ്റ്. ആസ്കിങ് പ്രൈസ് വരുന്നത് 365. ഏത് വർഷമായിരുന്നു? 15 വണ്ടി. 15 വണ്ടി. വണ്ടി ഓവറോൾ കാണാൻ കൊള്ളാം. വേറെ അപകടങ്ങൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതേപോലെ തുരുമ്പല്ലല്ലേ, അപകടങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ വലിയതായിട്ട് സ്ക്രാച്ചുകൾ കാണുന്നില്ല കേട്ടോ. സ്ക്രാച്ച് അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ഡെൻറ്റ് അങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. വണ്ടി കാണാനൊക്കെ അത്യാവശ്യം കണ്ടീഷൻ തന്നെ. ഇത് 2019 മൈക്ര XE ആക്റ്റീവ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ഡീസലോ പെട്രോളോ? പെട്രോളാണ്. 60-something കിലോമീറ്റർ. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് മൈക്ര പെട്രോൾ ഏകദേശം നമുക്കൊരു 15 അറേഞ്ച് വരും. 4 ഡോർ പവർ വിൻഡോസ് ആണല്ലേ? അതെ, 4 ഡോർ പവർ വിൻഡോ. കമ്പനി സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ടയറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുമല്ല നമ്മൾ 2 വർഷം വാറൻറ്റി ഉണ്ട് ഈ വണ്ടിക്ക്. ഇതിനുണ്ട്? അതെ. ഓക്കെ. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല വണ്ടിക്കകത്ത്. ഒന്നുമില്ല. ഇതിലും വലിയ സ്ക്രാച്ച് ഒന്നും കാണുന്നില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ഫ്രണ്ട് ടയർ കുറച്ച് മോശമാണ്. ഈ ടയർ വെച്ച് മോശമാണ്, അത് മാറേണ്ടി വരും. അല്ലാത്ത പക്ഷം വണ്ടി കുഴപ്പമൊന്നുമില്ല. 2018 ആൾട്ടോ LXi ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 69,000 കിലോമീറ്റർ. 69. ഇതിന് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോസ് ആണ്. സാധാ സ്റ്റീരിയാണ് ഇരിക്കുന്നത്. അകത്ത് നോക്കിയാൽ ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. വേറെ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ടയറിൻ്റെ കണ്ടീഷൻ ഒരു ആവറേജ് കണ്ടീഷൻ. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ സ്ക്രാച്ചോ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ആ രീതിയിൽ വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം ഒരു 35-40,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഫിനാൻസ് ചെയ്യാം. ഇറക്കാൻ പറ്റും. സാധാരണ 2020 മോഡലിൽ സോനറ്റ് HTK വേരിയൻറ്റ് 33,000 കിലോമീറ്ററുടെ വണ്ടി. 0 ആക്സിഡൻറ്റ്, 0 റീപ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ 2 വർഷം വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഇത് ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പ് വേരിയൻ്റ് തൊട്ട് താഴെ നിൽക്കുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. മാനുവലാണ്. ഓക്കെ. വണ്ടിക്കകമൊക്കെ നല്ല പോഷുണ്ട്, നല്ല വൃത്തിയുണ്ട്. അടിപൊളി ചെയ്തേക്കുന്നത്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. എത്രയാണ് ചോദിക്കുന്നത്? 745. 745. ഇത് ഇറങ്ങിയപ്പോൾ എന്താ വിലയാണ്? ഏകദേശം 12 അടുപ്പിച്ചെന്ന് വരുന്നുണ്ടായിരുന്നു. വാറേഞ്ച് ഉണ്ട്. വണ്ടി കൊള്ളാം കേട്ടോ, സൂപ്പർ വണ്ടി. പെയിൻ്റ് ഒന്നും പോയിട്ടില്ല. ആ രീതിയിലെല്ലാം വണ്ടി കാണാനൊക്കെ വൃത്തിയാണ്. ഇത് എത്ര രൂപ ഇറക്കാടാ? നമുക്ക് 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഡീസലോ പെട്രോൾ? പെട്രോൾ. മൈലേജ് എങ്ങനെ? ഇത് നമുക്കൊരു 14-15 അറേഞ്ച്. 14-15. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എടുത്ത ഉടനെ മാറേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലവരുണ്ട്. ഇത് 2013 സിംഗിൾ ഓൺഷിപ്പ് ഇയോൺ ആണ്. 9,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഇയോൺ എറ പ്ലസ് ആണ്. എറ പ്ലസ്? അതെ. 2 ഡോർ പവർ വിൻഡോസ് ആണ്. വണ്ടിക്ക് അകമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല.
എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേന് 2.15. 2.15. ഇത് കിലോമീറ്റർ ജെനുവിൻ തന്നെയല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ്, എറാ പ്ലസ്. ബോഡിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനെ ഈ ഭാഗങ്ങളിലൊന്നും കാണുന്നില്ല. ഫ്രണ്ടിൽ ഞാൻ ഒരു സൈഡിൽ ചെറിയ സ്ക്രാച്ച് കണ്ടു. അതുകൊണ്ട് ഈ ഒരു കോർണറിലും അത് പോളിഷിനകത്ത് പോകുന്നതാണോ? ചെറുതായിട്ട് കട്ടായിട്ടുണ്ട്, എന്നാലും അത്രയും സ്ക്രാച്ച് ഇല്ല. ഓക്കെ. ഇത് നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ഫിനാൻസ് ചെയ്തു. 30. ഇത് 2016 മോഡല് ഡീസൽ ബ്രസയാണ്. ഡീസൽ 2016 ബ്രസ VDI. സെക്കൻഡ് ഓണർഷിപ്പ്. 1,60,000 വണ്ടി ഓടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം ഓട്ടിക്കാനായാലും മെക്കാനിക്സ് ആയാലും വണ്ടി നീറ്റാണ്. 4 ഡോർ പവർ വിൻഡോസ് ആണല്ലേ? 4 ഡോർ പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ. ടയേഴ്സ് അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 6.95. 6.95. മഴയും ഉള്ള പൊടികളും എല്ലാം കൂടി തെറിച്ച് വീണ് കുറച്ച് മഴയാകുമ്പോഴത്തേന് വണ്ടി എത്ര വൃത്തിയാക്കിയിട്ടാലും കിടക്കുന്നില്ല. പ്രത്യേകം വൈറ്റും കൂടെ ആകുമ്പോഴത്തേന്, റോഡ് സൈഡും കൂടെ ആകുമ്പോഴത്തേന് പൊടിയുണ്ട്. ഇത് 2014 വെർണ SX ആണ്. ഓട്ടോമാറ്റിക്. 37,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. നല്ല ബ്ലാക്ക് കളറിൽ വരുന്ന അടിപൊളി വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. നല്ല വീൽസാണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഓട്ടോമാറ്റിക്കാണ്. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് നമുക്ക് ഏകദേശം ഒരു 12-13 ആ റേഞ്ച്. പെട്രോളോ ഡീസൽ? പെട്രോളാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് 4.95. 4.95. വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. വണ്ടി കാണാനൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ബോഡിയൊക്കെ നോക്കിയാലൊക്കെ വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. അതേപോലെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആ ഒരു രീതിയിൽ വണ്ടി നീറ്റാണ്. സനിവണ്ണ 2025 മോഡൽ ബ്രസ VXA 6 എയർ ബാഗ് വരുന്ന പുത്തൻ വണ്ടി. 5,000 കിലോമീറ്ററുടെ പുത്തൻ വണ്ടി. 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ? അതെ, 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5,000 കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞ ഓട്ടം അല്ലേ? എന്തെങ്കിലും അപാകതകളുണ്ടോ? ഒന്നുമില്ല. അല്ല, 5,000 കിലോമീറ്ററിലേ തന്നിട്ട് ജസ്റ്റ് നമ്പർ അടിച്ച് നോക്കി മാരുതി തന്നെ ഹിസ്റ്ററി കിട്ടും. ഓക്കെ. നമ്പർ അടിച്ച് നോക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ കാർ ആൻഡ് ബൈക്ക് വെച്ചേക്കുമല്ലേ? വിളിക്ക്, ഞാൻ പറഞ്ഞു കൊടുക്കാം നമ്പർ. ഓക്കെ. അപ്പം നമ്പർ പറഞ്ഞു കൊടുക്കും? പിന്നെ ഇത് പരസ്യത്തിന് വേണ്ടിയാണോ ഈ സംഭവം വെച്ചേക്കുന്നത്? കാർ ആൻഡ് ബൈക്ക് അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഗുമ്മ വേണ്ട, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ? എവിടെ നോക്കിയാലും കാർ ആൻഡ് ബൈക്ക്, വണ്ടി നോക്കിയാലും കാർ ആൻഡ് ബൈക്ക്, അങ്ങനെ കാണണം. ഓക്കെ. നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്പർ എല്ലാം എന്തായാലും പറഞ്ഞു. സീറ്റ് കവേഴ്സ് ആയിട്ട് ഇല്ല. ഇത് ബേസ് ആണോ? അല്ലല്ല, VXA ആണ്. VXI. ഓ, അകത്ത് ആൻഡ്രോയിഡ് സിസ്റ്റം ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. സംസാരത്തെ അത് ഞാൻ വിട്ടുപോയി. മറ്റല്ലാത്ത രീതിയിൽ കാണുമ്പോൾ വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പുതിയ വണ്ടിയാണ്. ടയറൊക്കെ 5,000 കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് ടയർ. നമ്മളെ ആസ്കിംഗ് പ്രൈസ് 9.95 ആണ്. ഇത് ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് വില? പുതിയ വണ്ടിക്ക് 12 ലക്ഷം രൂപയാണ്. 12 ലക്ഷം രൂപ. 11 സംതിങ് 12 അടുപ്പിച്ച് ഓൺ റോഡ് വരുന്നു. 12 വരുന്ന കൃത്യമല്ല, 12 അടുപ്പിച്ച് ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണിത്. ഓക്കെ. സീറ്റ് കവർ ഇല്ല. എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 1.5 ലക്ഷത്തിന് മുകളിൽ മാറിക്കിടക്കുമോ? പുതിയ വണ്ടിയായിട്ട് നോക്കുമ്പോൾ 1.5-2 അടുപ്പിച്ച് മാറിക്കിടക്കുവാണ്. ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ.